ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. നെയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ 2020 ആണ് ഇവിടെ കയറിയത്. അന്നെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻ 60 വരെ ചെയ്ത് തീർത്തിരുന്നു. 60ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു. ഇന്ന് ചെയ്തു തുടങ്ങാനുള്ളത് 61ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം. 60 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The ionization constant of nitrous acid is 4.5 into 10 raised to minus 4. Calculate the pH of 0.04 molar sodium nitrite solution and also its degree of hydrolysis. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നൈട്രസ് ആസിഡിന്റെ Ka വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ സോഡിയം നൈട്രൈറ്റ് സൊല്യൂഷന്റെ pH തന്നിട്ടുണ്ട്. അതിന്റെ pH തന്നിട്ടുണ്ട്. pH നമ്മൾ കണ്ടുപിടിക്കും. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് നമ്മൾ കണ്ടുപിടിക്കും. ആദ്യം നമുക്ക് സോഡിയം നൈട്രൈറ്റ് സോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ബേസ് ആയിട്ടുള്ള NaOH ഒരു വീക്ക് ആസിഡ് ആയിട്ടുള്ള HNO2 കൂടെ ചേർന്ന് ഉണ്ടാകുന്ന സോൾട്ട് ആണ് NaNO2, സോഡിയം നൈട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നൈട്രൈറ്റ് ആയതുകൊണ്ട് ഹൈഡ്രോളിസിസ് നമ്മൾ എഴുതുകയാണെങ്കിൽ Na ഭാഗം എന്താണ്? സ്ട്രോങ് ബേസിന്റെ കമ്പോണന്റ്. അപ്പൊ അതെന്തായാലും ഫുള്ളി അത് സൊല്യൂഷനിലായി പോകും. ഈ നൈട്രൈറ്റ് ആൻഡ് ഹൈഡ്രോളിസിസ് നമ്മൾ പറയുകയാണെങ്കിൽ HNO2 OH മൈനസ് നമുക്ക് തരും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തന്നേക്കുന്നത് സോഡിയം നൈട്രൈറ്റ് സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് നമുക്ക് 0.04. നൈട്രൈറ്റ് അതിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.04 ആണ്. ഓക്കെ, ഇവിടെ HNO2 OH മൈനസും ഇനിഷ്യലി ഇല്ല. ഇനി ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താ? ഇവിടെ 0.04 മൈനസ് എക്സ്, ഇവിടെ എക്സ് നമുക്ക് കിട്ടും. അപ്പം ഹൈഡ്രോളിസിസ് കോൺസ്റ്റന്റ് KH നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും? കോൺസെൻട്രേഷൻ ഓഫ് HNO2 എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസും എക്സ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NO2 മൈനസ്, അത് 0.04 മൈനസ് എക്സ്. ഈ 0.04 മൈനസ് എക്സ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 0.04 എന്ന് തന്നെ എടുക്കാം. കാരണം എന്താണ്? ഒരു സ്പെയറിംഗ്ലി സോലബിൾ അയൺ ആണ്. അതുകൊണ്ട് വീക്ക് ആസിഡ് അല്ലേ, അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് അത് നമുക്ക് 0.04 എന്ന് എടുക്കാം. അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഇതെന്തായിട്ട് എടുക്കാം? x² ബൈ 0.04 നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി നമുക്കറിയാം KW എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ്. Ka എന്ന് പറഞ്ഞാൽ എന്താണ്? Ka എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO2 മൈനസ്. ഇവിടുത്തെ വീക്ക് ആസിഡിന്റെ Ka വാല്യൂ നമ്മൾ എഴുതുന്നത് അത് HNO2 ഇതാണ് ഡിസോസിയേറ്റ് ചെയ്ത് H പ്ലസ് NO2 മൈനസ് ആവും. ഇതാണ് കിട്ടുന്നത്. അപ്പൊ KW ബൈ Ka നമ്മൾ എടുത്താൽ എന്താ കിട്ടുക? നമ്മൾ KW ബൈ Ka നമ്മളിവിടെ എടുത്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? H പ്ലസ് കോൺസെൻട്രേഷൻ ഇൻറ്റു OH മൈനസ് കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ Ka എന്ന് പറയുന്നത് H പ്ലസ് ഇൻറ്റു NO2 മൈനസ് അത് ഡിവൈഡ് ബൈ HNO2, അത് നമുക്ക് മേലെ വരും. അത് ഇൻറ്റു HNO2 മേലെ ഇതാണ് വരിക. ഇവിടുത്തെ H പ്ലസും കട്ടായി പോകും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ OH മൈനസ് ഇൻറ്റു HNO2 ബൈ കോൺസെൻട്രേഷൻ ഓഫ് NO2 മൈനസ് എന്ന് കിട്ടും. ഓക്കെ, ഈ കിട്ടിയ സാധനം എന്താണ്? ഈ OH മൈനസ് ഇൻറ്റു HNO2 ബൈ NO2 മൈനസ് എന്ന് പറയുന്ന സത്യത്തില് KH ആണ്. KHന്റെ വാല്യൂ ആണ്. KH എഴുതുമ്പോൾ എന്താ വരിക? അവിടെ കോൺസെൻട്രേഷൻ ഓഫ് HNO2 ഇൻറ്റു OH മൈനസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് NO2 മൈനസിൽ വരിക. അതാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പൊ KW ബൈ Ka നമുക്കിവിടെ കിട്ടിയത് KH ആണ്. ഓക്കെ, ഈ KH നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച എന്താണ്? x² ബൈ 0.04 ആണ്. അപ്പൊ KH ഇസ് ഈക്വൽ ടു നമ്മൾ എന്താണ്? KW ബൈ Ka ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. x² ബൈ 0.04 ഈക്വൽസ് KW എന്ന് വെച്ചാൽ 10 raised to minus 14 ആണ്. Ka വാല്യൂ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ നമുക്ക് 4.5 into 10 raised to minus 4 നൈട്രസ് ആസിഡിന്റെ Ka വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് x² വാല്യൂ കണ്ടുപിടിക്കാം. x² എന്താ വരിക? 0.04 into 10 raised to minus 14 by 4.5 into 10 raised to minus 4 എന്ന് വരും.
ഇവിടെ നമുക്ക് എക്സ് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും 9.3 into 10⁻⁻7 എന്ന് കിട്ടും. ഓക്കെ, എക്സ് എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഉണ്ടായ പ്രൊഡക്റ്റിന്റെ ഫോം, അല്ലെങ്കിൽ ഇവിടെ എത്ര ഡിസോസിയേറ്റ് ചെയ്ത് പോയി എന്നുള്ള ക്വാണ്ടിറ്റിയാണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എത്രയാണെന്നാൽ നമ്മൾ എങ്ങനെ എഴുതും? ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ നമുക്ക് ടോട്ടൽ ഉണ്ടായതിൽ നിന്ന് എത്ര ക്വാണ്ടിറ്റി ഹൈഡ്രോലൈസ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇവിടെ ഹൈഡ്രോലൈസ് ചെയ്ത ക്വാണ്ടിറ്റി എന്താണ്? അത് എക്സ് ആണ്. അത് ഡിവൈഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന കോൺസെൻട്രേഷൻ നമ്മൾ സി എന്ന് എഴുതണം. ഓക്കെ, ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എന്താണ്? 9.3 into 10⁻⁻7 ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ തരുന്നത് 0.04 ആയിരുന്നു. ഇതിന്റെ വാല്യൂ നമുക്ക് വരിക 2.325 into 10⁻⁻5. ഓക്കെ, ഇതാണ് ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ഡിഗ്രി ഓഫ് ഹൈഡ്രോളിസിസ് അത് കണ്ടുപിടിച്ചു. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ പി എച്ചും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പി എച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് OH മൈനസ് കോൺസെൻട്രേഷൻ എത്ര എക്സ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമ്മൾ സൈഡിലോട്ട് എഴുതാം. എന്താണ് OH മൈനസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്? എക്സ് ആണ്. അത് പറയുന്ന വാല്യൂ എത്രയാണ്? 9.3 into 10⁻⁻7 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അവിടെ നമുക്ക് OH പ്ലസ് കോൺസെൻട്രേഷൻ എന്ത് കിട്ടും? KW ബൈ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് എടുക്കാം. 10⁻⁻14 ഡിവൈഡഡ് ബൈ 9.3 into 10⁻⁻7 എന്ന് വരും. ഇത് നമുക്ക് 10.75 into 10⁻⁻4 എന്ന് വരും. സോറി, 10⁻⁻9 എന്ന് വരും. ഇവിടെ നമുക്ക് പി എച്ച് എന്ത് വരും? പി എച്ച് മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇല്ലേ, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് 10.75 into 10⁻⁻9 എന്ന് വരും. ഇതിന്റെ ആൻസർ നമുക്ക് 7.96 എന്ന് വരും. നമ്മൾ അതിന്റെ പി എച്ച് കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 62ാമത്തെ ക്വസ്റ്റ്യൻ എടുത്തു. A 0.02 molar solution of pyridinium hydrochloride has pH equal to 3.44. Calculate the ionization constant of pyridinium. നമുക്ക് pyridinium hydrochlorideന്റെ 0.02 molar solutionന്റെ pH തന്നിട്ടുണ്ട്. അതിന്റെ ionization constant കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 62. നമുക്ക് ഇവിടെ pH തന്നിട്ടുണ്ട്. pH എന്ന് പറയുന്നത് ഇവിടെ 3.44 നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ നമുക്ക് എന്താ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ നമുക്ക് അവിടെ നിന്ന് എഴുതാം. എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എന്താ? മൈനസ് ഓഫ് ആന്റിലോഗ് 3.44 വരും. 3.63 into 10⁻⁻4 നമുക്ക് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് pyridinium hydrochloride എന്താണ്? C5H5NHCl അല്ലേ. ഇത് നമുക്ക് എന്താ, ഇത് എങ്ങനെയാ നമുക്ക് ഉണ്ടാകുന്നത്? അത് pyridine എന്ന വീക്ക് ബേസും HCl എന്ന സ്ട്രോങ് ആസിഡും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന സോൾട്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ഇവിടുത്തെ സ്ട്രോങ് ആസിഡ് നമ്മൾ കൺസിഡർ ചെയ്യാതെ കംപ്ലീറ്റ്ലി നമുക്ക് ഹൈഡ്രലൈസ് ചെയ്ത് പോകും. ഇനി ഇവിടുത്തെ വീക്ക് ബേസ് നമുക്ക് എടുക്കുന്നു C5H5N. അത് വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് പറ്റും? C5H5NHOH ഉണ്ടാവും. പ്ലസ് അതിൻ്റെ കൂടെ OH മൈനസ് ഉണ്ടാവും. സോറി, H പ്ലസ് ഉണ്ടാവും. OH മൈനസ് നമ്മൾ എടുത്തല്ലോ, ബാക്കി വരുന്നത് H പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ഇത് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 0.02 മോളാർ സൊല്യൂഷൻ ഓഫ് pyridinium hydrochloride തന്നിട്ടുണ്ട്. ഇവിടെ 0.02 മോൾസ് ഓഫ് ഇത് കിട്ടുന്നു. ഓക്കെ, ഇതാണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഇവിടെ എല്ലാം 0 ആണ്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുമ്പോൾ എന്താ, ഇവിടുന്ന് എക്സ് എമൗണ്ട് ഡിസോസിയേറ്റ് ചെയ്തു, ഇവിടെ ഓരോന്ന് എക്സ് എമൗണ്ട് ഫോം ചെയ്തു. ഓക്കെ, ഇവിടുത്തെ KH വാല്യൂ നമുക്ക് ഇവിടെ വരും? കോൺസെൻട്രേഷൻ ഓഫ് C6H5NHOH അത് എക്സ്, അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ 0.02 മൈനസ് എക്സ്. ഇവിടെയും വീക്ക് ഇലക്ട്രോലൈറ്റ് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് നമുക്ക് x² ബൈ 0.02 എന്ന് എടുക്കാം. ഓക്കെ, മറ്റിടത്ത് നമ്മൾ എന്താണ് KW ബൈ KA എന്ന് പറയുന്നത്
കെ എച്ച് ഇക്വേറ്റ് ചെയ്ത പോലെ ഇവിടെ എന്താണ്, ഇവിടെ ഈ വീക്ക് ബേസിന്റെ കാര്യത്തിൽ നമുക്ക് കെ എച്ച് ഇസ് ഈക്വൽ ടു കെ ഡബ്ല്യു ബൈ കെ ബി ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. കെ ഡബ്ല്യൂയുടെ വാല്യൂം കെ ബിയുടെ വാല്യൂം എടുത്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കെ എച്ചിന്റെ വാല്യൂ നോക്കി കിട്ടും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെ. ഓക്കെ, നമ്മളിവിടെ ഇത് കെ എച്ച് ഇസിക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 0.02. അതെ, ഇവിടുത്തെ എക്സ് എന്താണ്, എക്സ് എന്ന് വെച്ചാൽ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് അല്ലേ. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് നമ്മൾ ഓൾറെഡി ക്വസ്റ്റിന്റെ ആദ്യത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് 3.63 10⁻⁻⁴ മോളാർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ കെ എച്ചിന്റെ വാല്യൂ എന്ത് കിട്ടും? 3.63 × 10⁻⁴ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 0.02 എന്ന് വരും. ഇതിന്റെ ആൻസർ നമുക്ക് 6.6 × 10⁻⁻⁶ എന്ന് വരും. ഓക്കെ, നമുക്ക് കെ എച്ചിന്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പൊ അവിടെ എന്താണ്, ഇപ്പൊ കെ എച്ചിന്റെ വാല്യൂ ഉണ്ട്, കെ ഡബ്ല്യൂന്റെ വാല്യൂ നമുക്ക് അറിയാം. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കെ ബിയുടെ വാല്യൂ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, കെ ഡബ്ല്യു ബൈ കെ ബി ആണ് കെ എച്ച് അല്ലേ. 10⁻⁻14 ബൈ കെ ബി, അതാണ് എന്ത് കെ എച്ച് എന്ന് പറയുന്നത്. കെ എച്ചിന്റെ വാല്യൂ നമുക്ക് അറിയാം 6.6 × 10⁻⁻⁶ ആണ്. അപ്പൊ കെ ബിയുടെ വാല്യൂ എന്ത് വരും? കെ ബി ഈക്വൽ ടു 10⁻⁻14 ബൈ 6.6 × 10⁻⁻⁶ എന്ന് വരും. ഇപ്പൊ കെ ബിയുടെ വാല്യൂ നമുക്ക് 1.51 × 10⁻⁻⁹. ഓക്കെ, അപ്പൊ നമ്മള് കെ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 63ാമത്തെ ക്വസ്റ്റ്യൻ. Predict if the solutions of the following salts are neutral, acidic or basic. നമുക്ക് ഇവിടെ കുറച്ച് സോൾട്സ് തന്നിട്ടുണ്ട്. അത് ന്യൂട്രൽ ആണോ അസിഡിക് ആണോ ബേസിക് ആണോ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് തന്നേക്കുന്നത് എന്തൊക്കെയാണ്? ആദ്യം NaCl, KBr, NaCN, NH4NO3, പിന്നെ NaNO2, KF. ഇത്രയും സോൾട്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സോൾട്ട് ഏതൊക്കെ ആസിഡും ബേസും കൂടെ കമ്പൈൻ ചെയ്താണ് ഉണ്ടാകുന്നത് നമ്മൾ എഴുതുക. ഓക്കെ, ഇപ്പൊ NaCl നമുക്കറിയാം ഇങ്ങനെ ഉണ്ടാകുന്നത് NaOH ഉം HCl കൂടെ കമ്പൈൻ ചെയ്താണ് നമുക്ക് NaCl എന്ന സോൾട്ട് കിട്ടുന്നത്. ഈ NaCl എന്ന് പറയുന്നത് എന്താണ്, ഒരു NH എന്ന് പറയുന്ന സ്ട്രോങ് ബേസും HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന സാധനമാണ്. അപ്പൊ സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും കൂടെ കമ്പൈൻ ചെയ്യുന്നത് നമുക്ക് ന്യൂട്രലൈസ് ആയി പോകും നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന സോൾട്ട് എന്താണ്, നമുക്ക് ന്യൂട്രൽ ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത KBr. KBr എന്ന് പറയുന്നത് KOH ഉം HBr ഉം കൂടെ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന സോൾട്ട് ആണ്. അപ്പൊ എന്താണ്, ഒരു സ്ട്രോങ് ബേസും ഒരു സ്ട്രോങ് ആസിഡും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാവുന്നു വീണ്ടും. അപ്പൊ എന്താ, അപ്പോഴും നമുക്ക് ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, അടുത്ത NaCl. NaCl എന്ന് പറയുന്നത് NaOH ഉം HCN ഉം കൂടെ കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ NaOH നമുക്കറിയാം എന്താണ്, ഒരു സ്ട്രോങ് ബേസ് ആണ്. HCN എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡ് ആണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന സോൾട്ട് എന്താണ്, ബേസിക് ആയിരിക്കും. കാരണം ഇവിടുത്തെ ആസിഡ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ്. ഓക്കെ, അടുത്ത അമോണിയം നൈട്രേറ്റ്. അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡും HNO3 കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്നു. അപ്പൊ അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വീക്ക് ബേസ് ആണ്. HNO3 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് സൊല്യൂഷൻ എന്താണ്, അസിഡിക് ആയിരിക്കും. ഇത് അസിഡിക് ആയിരിക്കും ഈ സോൾട്ട് എന്ന് പറയുന്നത്. അടുത്ത NaNO2. NaOH ഉം HNO2 ഉം കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന സോൾട്ട് ആണ്. അറിയാം NaOH എന്ന് പറയുന്നത് സ്ട്രോങ് ബേസ് ആണ്. HNO2 എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ആണ്. സ്ട്രോങ് ബേസും വീക്ക് ആസിഡും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന സോൾട്ട് ബേസിക് ആയിരിക്കും. അതേപോലെ KF എന്ന് പറയുന്നത് KOH ഉം HF ഉം കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന സോൾട്ടാണ്. അപ്പൊ KOH എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസ് ആണ്. HF എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡ്. ഓക്കെ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന സോൾട്ട് ബേസിക് ആയിരിക്കും.
ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും സോൾട്ട് ആസിഡിക് ആയിരിക്കും, ബേസിക് ആയിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. നമ്മൾ ഇപ്പൊ രണ്ടായിരിക്കും സോൾട്ടും ബേസും കൂടെ ഏതാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് 64ാമത്തെ ക്വസ്റ്റ്യൻ. The ionization constant of fluoroacetic acid is 1.35 into 10 raised to minus 3. What will be the pH of 0.1 molar acid and its 0.1 molar sodium salt solution? നമുക്ക് ക്ലോറോഅസിറ്റിക് ആസിഡിന്റെ Ka വാല്യൂ തന്നിട്ടുണ്ട്. എന്നിട്ട് ക്ലോറോഅസിറ്റിക് ആസിഡും അതിന്റെ സോഡിയം സോൾട്ടും കൂടെ ഉള്ള ഒരു സൊല്യൂഷന്റെ pH ആണ് വെച്ചേക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 64. അതിന്റെ Ka വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? അത് 1.35 into 10 raised to minus 3 നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു വീക്ക് ആസിഡ് ആണെങ്കിൽ അതിന്റെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സി ആൽഫ സ്ക്വയർ ആണ്. സി എന്ന് പറയുന്നത് ഇനിഷ്യൽ കോൺസെൻട്രേഷനും ആൽഫ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 0.1 മോളർ നമുക്ക് തന്നിട്ടുണ്ട്. ആൽഫ സ്ക്വയർ എന്ത് വരും? 1.35 into 10 raised to minus 3 by 0.1 എന്ന് വരും. അവിടെ നിന്ന് ആൽഫയുടെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്തെടുക്കും. നമുക്ക് ആൽഫയുടെ വാല്യൂ നമുക്ക് 0.116 എന്ന് കിട്ടും. ഓക്കെ, നമുക്കറിയാം ഒരു വീക്ക് ആസിഡ് എന്താണ്? നമുക്ക് എന്ത് കിട്ടും? ഇവിടെ H3O പ്ലസും A മൈനസും കിട്ടും അല്ലേ? നമ്മൾ ജനറൽ ഫോർമുല പഠിച്ചിട്ടുള്ളത് ഇവിടെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0 ആണെങ്കിൽ സി മൈനസ് സി ആൽഫ സി ആൽഫ സി ആൽഫ. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ് H3O പ്ലസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സി ആൽഫ എന്ന് കിട്ടും. നമുക്ക് സി അറിയാം, ആൽഫ അറിയാം. അപ്പൊ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ എന്ത് വരും? സിയുടെ കാര്യം നമുക്ക് 0.1ഉം ആൽഫ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചു 116ഉം വരും. ഇതിന്റെ ആൻസർ നമുക്ക് 0.0116 എന്ന് വരും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് 1.16 into 10 raised to minus 2 എന്ന് വരും. അവിടെ നമുക്ക് pH കണ്ടുപിടിക്കാം. എന്താണ് pH? മൈനസ് ലോഗ് 1.16 into 10 raised to minus 2 എന്ന് വരും. എന്നുവെച്ചാൽ അത് ആൻസർ നമുക്ക് 1.94 എന്ന് കിട്ടും. ഓക്കെ, അപ്പം 0.1 മോളാർ ക്ലോറോഅസിറ്റിക് ആസിഡിന്റെ എന്താണ് pH നമ്മൾ കണ്ടുപിടിച്ചത് 1.94 എന്ന് കിട്ടി. ഇനി അടുത്ത് കണ്ടുപിടിക്കുക എന്താ? 0.1 മോളാർ സോഡിയം സോൾട്ട് സൊല്യൂഷൻ. അതും കൂടെ സൊല്യൂഷനിൽ ഉണ്ടെങ്കിലുള്ള കോൺസെൻട്രേഷൻ ഇല്ലേ? അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ സോഡിയം സോൾട്ട് നമുക്ക് എഴുതാം. എന്താണ് സോഡിയം സോൾട്ട്? ക്ലോറോഅസിറ്റിക് ആസിഡിന്റെ സോഡിയം സോൾട്ട് എന്ന് പറയുന്നത് ClCH2COONA ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവിടെ ക്ലോറോഅസിറ്റിക് ആസിഡും NaOH കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന സോൾട്ട് ആണ് അല്ലേ? അപ്പൊ ക്ലോറോഅസിറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വീക്ക് ആസിഡും NaOH എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബേസും ആണ്. ഇവിടുത്തെ ക്ലോറോഅസിറ്റേറ്റ് അയോൺ അതെന്താണ്? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യും? ക്ലോറോഅസിറ്റിക് ആസിഡും OH മൈനസും ഫോം ചെയ്യും. ഓക്കെ, നമുക്ക് എന്താണ് അതിന്റെ സോൾട്ടിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് 0.1 മോളാർ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് 0 ആയിരിക്കും. ഈ 0.1 നിന്ന് കുറച്ച് റിയാക്ട് ചെയ്തു വിചാരിക്കാം. എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് പ്രൊഡക്ട്സും എക്സ് കിട്ടും. ഇവിടുത്തെ KH വാല്യൂ എന്താ വരിക? ഇവിടെ x² by 0.1 മൈനസ് എക്സ് നമുക്ക് എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് ചെയ്തുകൊണ്ട് x² by 0.1. ഓക്കെ, അപ്പൊ ആ KH വാല്യൂ നമുക്ക് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? KW by KA നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇപ്പൊ 2 പ്രോബ്ലം കണ്ടതാണ് ഇങ്ങനെ വരുന്നത്. KH is equal to KW by KA ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ KW by KA നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പൊ x² by 0.1 എന്ന് പറയുന്നത് KW 10 raised to minus 14 ആണ്. KA വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 1.35 into 10 raised to minus 3. അപ്പൊ ഇവിടെ നമുക്ക് x² എന്ന് വരും. x² is equal to 10 raised to minus 15 by 1.35 into 10 raised to minus 3 എന്ന് വരും. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ എന്താ? ഇതിന്റെ റൂട്ട് എടുത്താൽ എക്സിന്റെ വാല്യൂ നമുക്ക് 0.86 into 10 raised to minus 6 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമ്മൾ ഈ എഴുതിയ ഡിസോസിയേഷൻ നോക്കാം. ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എക്സ്. ഓക്കെ, ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ് 0.8 into 10 raised to minus 6. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 8.6 into 10 raised to minus 7 നമുക്ക് എഴുതാം.
OH മൈനസ് കോൺസെൻട്രേഷൻ നമുക്ക് അറിയാമെങ്കിൽ എക്സ് പ്ലസ് കോൺസെൻട്രേഷൻ നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാം. എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷൻ എന്താണ്? KW/OH മൈനസ് കോൺസെൻട്രേഷൻ എഴുതാം. KWയുടെ വാല്യൂ എത്ര? 10⁻⁻14 OH മൈനസിന്റെ കോൺസെൻട്രേഷൻ അവിടെ 8.6 × 10⁻⁷ എന്ന് വരും. അപ്പൊ അത് നമുക്ക് 1.162 × 10⁻⁻8 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എച്ച് പ്ലസ് അയൺ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ pH കണ്ടുപിടിക്കാം. pH എന്ന് വെച്ചാൽ മൈനസ് ലോഗ് 1.162 × 10⁻⁸ വരും. അപ്പൊ pH എന്ന് പറയുന്നത് നമുക്ക് 7.94 എന്ന് കിട്ടും. ഓക്കെ, അപ്പം സോഡിയം സോൾട്ട് സൊല്യൂഷന്റെ pH നമ്മൾ തന്നെ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ 64ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. അടുത്ത 65ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. Ionic product of water at 3 ton Kelvin is 2.7 × 10⁻⁻14. What is the pH of neutral water at this temperature? നമുക്ക് വാട്ടറിന്റെ അയോണിക് പ്രൊഡക്റ്റ് എത്ര? 2.7 × 10⁻⁻14 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തന്നേക്കുന്ന ടെമ്പറേച്ചർ 3 ടൺ കെൽവിൻ ആണ്. നമുക്ക് തന്നേക്കുന്ന ടെമ്പറേച്ചർ 3 ടൺ കെൽവിൻ. അപ്പൊ നമ്മൾ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ 10⁻⁻14 കിട്ടുന്ന എത്ര? 298 കിലോ ആണ്. അപ്പൊ ഇത് 3 ടൺ കെൽവിൻ ആണ്. അപ്പൊ ഇവിടെ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ KW എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. അതിന്റെ വാല്യൂ നമുക്ക് തന്നേക്കുന്ന എത്രയാണ്? 2.7 × 10⁻⁻14 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറിൽ H പ്ലസ് അയണിന്റെ കോൺസെൻട്രേഷനും OH മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? സെയിം ആണ് അല്ലേ? കാരണം ഒരു വാട്ടർ ഡിസോസിയേറ്റ് ചെയ്താണ് ഇത് നമുക്ക് H പ്ലസും OH മൈനസും കിട്ടുന്നത്. എത്ര H പ്ലസ് ഉണ്ടാവുന്നു അത്രയും തന്നെ OH മൈനസും ഉണ്ടാവും. അപ്പൊ ഈ H പ്ലസിന്റെ OH മൈനസിന് പകരം നമുക്ക് എന്താ H പ്ലസ് കോൺസെൻട്രേഷന്റെ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. അതാണ് എന്ത്? 2.7 × 10⁻⁻14 എന്ന് എഴുതാം. H പ്ലസ് അയൺ കോൺസെൻട്രേഷൻ എന്ത് വരും? ഇതിന്റെ റൂട്ട് എത്രയാണ്? 1.64 × 10⁻⁻7 എന്ന് വരും. H പ്ലസ് അയൺ കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് pH എഴുതാം. pH equal to മൈനസ് ലോഗ് 1.64 × 10⁻⁷ വരും. 6.78 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 66ാമത്തെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി pH ഓഫ് ദി റിസൾട്ടന്റ് മിക്സ്ചേഴ്സ്. ആദ്യം നമുക്ക് തന്നേക്കുന്ന 10 ml of 0.2 molar CaOH പൈപ്പും 25 ml of 0.1 molar HCl. 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് തന്നേക്കുന്നത് 10 ml 0.2 molar കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പൊ നമുക്കറിയാം ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ നമുക്ക് എന്താ 1 മോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ നമുക്ക് 2 മോൾ OH മൈനസ് കിട്ടും സൊല്യൂഷൻ. ഓക്കെ, അവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് OH മൈനസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താ കിട്ടുക? ആദ്യം ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ നിന്ന് 2 OH മൈനസ് കിട്ടും. അപ്പൊ ആ 2 × നമ്മൾ ആദ്യമേ ചെയ്യാം. ഇനി N = നമുക്ക് എന്താ MV എന്നറിയാം അല്ലേ? ഇവിടെ മൊളാരിറ്റി എന്ന് പറയുന്നത് മൊളാരിറ്റി 0.2 മോളാർ ഇൻറ്റു തന്നേക്കുന്ന വോളിയം എന്ന് പറയുന്നത് 10 ml ആണ്. അപ്പം 10 എന്ന് എഴുതാം. നമുക്ക് നമ്പർ ഓഫ് മോൾസ് മില്ലി മോൾസ് തന്നെ എഴുതാം. അപ്പൊ പ്രശ്നമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ 4 മില്ലി മോൾസ് ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് H പ്ലസ് അവിടെ കൊടുക്കുന്നത് ആസിഡ് തന്നിരിക്കുന്നത് 25 ml of 0.1 molar HCl ആണ്. അപ്പോൾ ഒരു HCl നമുക്ക് ഒരു H പ്ലസ് കിട്ടും. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl H പ്ലസ് സെയിം ആണ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എന്താ? മൊളാരിറ്റി ഇൻറ്റു വോളിയം എടുത്താൽ മൊളാരിറ്റി നമുക്ക് 0.1 ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് 25 ml ആണ്. ഇത് 2.5 മില്ലി മോൾസ് എന്ന് കിട്ടും. അപ്പം ഇവിടെ OH മൈനസ് നമുക്ക് 4 മില്ലി മോൾസും H പ്ലസ് നമുക്ക് 2.5 മില്ലി മോൾസും ഉണ്ട്. അപ്പൊ എന്താണ് ഈ 2.5 മില്ലി മോൾസ് ഓഫ് H പ്ലസ് എന്താ 2.5 മില്ലി മോൾസ് ഓഫ് OH മൈനസ് ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ബാക്കി എത്ര OH മൈനസ് കാണും? നമ്പർ ഓഫ് മോൾസ് ഓഫ് OH മൈനസ് ബാക്കി എത്ര കാണും? റിമൈനിങ് 4 - 2.5 1.5 മില്ലി മോൾസ് കാണും അല്ലേ? അപ്പൊ നമുക്ക് 1.5 മില്ലി മോൾസ് കിട്ടി. ഈ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കോൺസെൻട്രേഷൻ ആക്കണം അല്ലേ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
അത് നമ്പർ ഓഫ് മോൾസ് ഓഫ് OH മൈനസ് ബൈ ടോട്ടൽ വോളിയം അല്ലേ. അപ്പോ നമ്പർ ഓഫ് മോൾസ് ഉള്ളത് 1.5 into 10⁻³ മോൾസ് ആണ്, അല്ലെങ്കിൽ മില്ലി മോൾസ് എന്ന് എഴുതാം. കാരണം നമുക്ക് എഴുതേണ്ട വോളിയം നമ്മൾ മില്ലി ലിറ്ററിൽ എടുത്താൽ മതി. 1.5 ഡിവൈഡഡ് ബൈ വോളിയം. നമ്മൾ എന്തൊക്കെ മിക്സ് ചെയ്ത് ഇവിടെ 10 ml 10 ml കാൽസ്യം ഹൈഡ്രോക്സൈഡും 25 ml HCl റിയാക്ട് ചെയ്തു. അപ്പം ഇവിടെ 35 ml ടോട്ടൽ സൊല്യൂഷൻ ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് 0.043 എന്ന് കിട്ടും. നമുക്ക് OH മൈനസ് കോൺസെൻട്രേഷൻ കിട്ടി അല്ലേ. കോൺസെൻട്രേഷൻ കിട്ടിയാൽ നമുക്ക് POH കണ്ടുപിടിക്കാം. POH എന്ന് പറയുന്നത് നെഗറ്റീവ് ലോഗ് ഓഫ് 0.043 എന്ന് വരും. അതിന്റെ ആൻസർ 1.36 എന്ന് കിട്ടും. അപ്പൊ POH കിട്ടിയാൽ PH ന്റെ വാല്യൂ എന്താ വരിക? PH ന്റെ വാല്യൂ pKw മൈനസ് POH അല്ലെങ്കിൽ 14 മൈനസ് 1.36 എന്ന് വരും. അതിന്റെ ആൻസർ നമുക്ക് 12.64 എന്ന് വരും. ഓക്കെ, അടുത്ത രണ്ടാമത് തന്നേക്കുന്നത് എന്താന്ന് നോക്കാം. രണ്ടാമത് തന്നേക്കുന്നത് 10 ml of 0.1 molar H2SO4 ഉം 10 ml of 0.1 molar CaOH2. ഇവിടെ നോക്കാം, ഇവിടെ H2SO4 നമുക്ക് ഒരു H2SO4 ൽ നിന്ന് 2 H+ അയൺ കിട്ടും. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ നോക്കുകയാണെങ്കിൽ എന്ത് വരും? 2 into 0.01 into 10 എന്ന് വരും. MV എടുത്തു 0.2 millimoles എന്ന് കിട്ടും. അടുത്ത നമ്പർ ഓഫ് മോൾസ് ഓഫ് OH മൈനസ് എടുക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് 10 ml 0.01 തന്നെ. ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് 2 OH മൈനസ് കിട്ടും. 2 into 0.01 into 10 ഇവിടെയും വരും. ഇതും 0.2 millimoles ആണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ H+ ആൻഡ് നമ്പർ ഓഫ് മോൾസ് OH മൈനസ് ആൻഡേയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണ്. അപ്പൊ എന്താ കംപ്ലീറ്റ്ലി ഇവർ തമ്മിൽ ന്യൂട്രലൈസ് ആയി പോകും. അങ്ങനെ ന്യൂട്രലൈസ് ആയി പോയാലും PH എന്താ വരിക? PH നമുക്ക് 7 കിട്ടും. ഓക്കെ, അടുത്ത മൂന്നാമത്തെ നോക്കാം. 10 ml of 0.1 molar H2SO4, 10 ml of 0.1 molar KOH. അപ്പൊ ആദ്യം നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് H+ എഴുതാം. 10 ml of 0.1 molar H2SO4 ആണ്. അപ്പൊ ഒരു H2SO4 നമുക്ക് 2 H+ കിട്ടും. അപ്പം ആ 2 ആദ്യം എഴുതാം. ഇനി N = MV ഇല്ലടാ, M എന്തിടും? 0.1 വോളിയം 10 ml ആണ്. അപ്പൊ നമുക്കിത് 0.2 നമുക്ക് 2 millimole ആണ്. ഓക്കെ, അടുത്ത നമ്പർ ഓഫ് മോൾസ് ഓഫ് OH മൈനസ് നോക്കുകയാണെങ്കിൽ എന്താ അടുത്ത നമുക്ക് തന്നേക്കുന്നത് 10 ml of 0.1 molar KOH ആണ്. ഒരു KOH നമുക്ക് ഒരു OH കിട്ടും. അപ്പം MV എടുക്കുക 0.1 into 10 എന്ന് വരും. പക്ഷെ ഇത് 1 millimole നമുക്ക് കിട്ടും. അപ്പൊ എന്താ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ OH മൈനസ് ആണ് H+നേക്കാളും കുറവ്. അപ്പൊ എന്താ 1 millimole OH മൈനസ് 1 millimole H+ ആയിട്ട് റിയാക്ട് ചെയ്ത് ഫുള്ളി ന്യൂട്രലൈസ് ചെയ്തേ പോകും. അപ്പൊ ബാക്കി നമുക്ക് എത്ര H+ കാണും? 2 - 1 എടുക്കുക എന്ന് വെച്ചാൽ 1 millimole നമുക്ക് ബാക്കി കാണും. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് H+ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ വരിക? നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം. നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്ര ഉണ്ട്? ബാക്കി 1 millimole ആണ് ബാക്കി. ആ 1 millimole ഇവിടെ എഴുതുക, ഡിവൈഡ് ബൈ വോളിയം മീൻ ML എഴുതിയാൽ മില്ലിമോളും മില്ലിയും കൂടെ കട്ടായി പോയിക്കോളും. വോളിയം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 10 ml 10 ml കൂടെ 20 ml ഉണ്ട് മൊത്തം. 1/20 0.05 മോളാർ എന്ന് കിട്ടും. H+ ആൻഡ് കോൺസെൻട്രേഷൻ കിട്ടി. അപ്പൊ PH എന്താ വരിക? PH മൈനസ് ലോഗ് 5 into 10⁻⁻² എന്ന് വരും. നമുക്കറിയാം എന്താണ് 2 - ലോഗ് 5 എന്നിട്ട് 2 - 0.7 1.3 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 67ാമത്തെ ക്വസ്റ്റ്യൻ. Determine the solubilities of silver chromate, barium chromate, ferric hydroxide, lead chloride and mercurous iodide at 298 Kelvin from their solubility product constants given in table 6.9. Determine also the molarities of individual ions. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്തൊക്കെയാണ്? സിൽവർ ക്രോമേറ്റ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് സിൽവർ ക്രോമേറ്റിന് ചെയ്യാം. സിൽവർ ക്രോമേറ്റിൽ നമ്മൾ ടെക്സ്റ്റിലെ ടേബിളിൽ KSP വാല്യൂ തന്നേക്കുന്നത് 1.1 into 10⁻⁻12 ആണ്. അപ്പൊ നമുക്ക് സിൽവർ ക്രോമേറ്റിന്റെ
ഡിസോസിയേഷൻ നോക്കാം. കാരണം നമുക്ക് 2 Ag പ്ലസ് അയോണും ഒരു ക്രോമേറ്റ് അയോണും കിട്ടും അല്ലേ. അപ്പം സിൽവർ ക്രോമേറ്റിന്റെ സോലിബിലിറ്റി എസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടും? 2 S Ag പ്ലസും 1 S ക്രോമേറ്റ് അയോണും കിട്ടും. അപ്പൊ നമ്മള് KSP വാല്യൂ എടുത്ത് നമുക്ക് എന്ത് കിട്ടും? KSP എന്ന് വെച്ചാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് Agയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ 2S the ഹോൾ സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ക്രോമേറ്റ് S എന്ന് വരും. എന്ന് വെച്ചാൽ ഇത് KSP ഈക്വൽ ടു 4S ക്യൂബ് എന്ന് കിട്ടും. അപ്പൊ KSP യുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. KSP യുടെ വാല്യൂ എത്രയാണ്? 1.1 ഇൻറ്റു 10⁻⁻⁻⁻⁻. അത് ഈസ് ഈക്വൽ ടു 4S ക്യൂബ് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് S ക്യൂബിന്റെ വാല്യൂ 4 × 275 × 10⁻⁻12 എന്ന് കിട്ടും. ഇതിന്റെ ക്യൂബ് റൂട്ട് എടുത്താൽ എസിന്റെ വാല്യൂ കിട്ടും. എസിന്റെ വാല്യൂ എന്താ കിട്ടുക? അവിടെ 0.65 × 10⁻⁻4 അല്ലെങ്കിൽ ഇത് 6.5 × 10⁻⁻5 എന്ന് വരും. ഇതാണ് സോലിബിലിറ്റി ഓഫ് Ag2CrO4 എന്ന് പറയുന്നത്. സിൽവർ ക്രോമേറ്റിന്റെ സോലിബിലിറ്റി ഇതാണ്. ഇനി ഓരോന്നിന്റെ കോൺസെൻട്രേഷൻ പറയുകയാണെങ്കിൽ എന്താ? എസ് എന്ന് പറയുന്നതാണ് എന്ത്? ക്രോമേറ്റ് അയോണിന്റെ കോൺസെൻട്രേഷൻ അല്ലേ. ഇനി സിൽവർ അയോണിന്റെ കോൺസെൻട്രേഷൻ പറയുകയാണെങ്കിൽ 2S ആണ്. ഇപ്പൊ 2 × 6.5 13 × 10⁻⁻5 നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത തന്നേക്കുന്നത് നമുക്ക് ബേരിയം ക്രോമേറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഇതിന്റെ KSP വാല്യൂ നമുക്ക് ടേബിളിൽ തന്നേക്കുന്നത് 1.2 × 10⁻⁻10 ആണ്. ഓക്കെ, നമുക്ക് ബേരിയം ക്രോമേറ്റിന്റെ ഡിസോസിയേഷൻ നോക്കിയാൽ എന്താ കിട്ടും? നമുക്ക് ഇവിടെ Ba2 പ്ലസ് അയോണും CrO4 2- അയോൺ. ബേരിയം ക്രോമേറ്റിന്റെ സോലിബിലിറ്റി S ആണെങ്കിൽ ഇവിടെ ഓരോന്നും എത്ര വെച്ചുണ്ടാവും? ഇതൊരു S ഉണ്ടാവും, ഇതൊരു S ഉണ്ടാവും. അപ്പൊ KSP നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് എടുക്കുക. അപ്പം S² എന്ന് വരും. KSP നമുക്കറിയാം 1.2 × 10⁻⁻10 അത് എന്ത്? S² എന്ന് വരും. എസിന്റെ വാല്യൂ എന്ത് വരിക? S = 1.09 × 10⁻⁻5 എന്ന് വരും. ഓക്കെ, അപ്പം ബേരിയം ക്രോമേറ്റിന്റെ സോലിബിലിറ്റിയുടെ വാല്യൂ ആണ് ഈ തന്നേക്കുന്നത്. പിന്നെ ഓരോ അയണിന്റെയും കോൺസെൻട്രേഷൻ എന്താണ്? CrO4 2- Ba2 പ്ലസ് അയണിന്റെയും രണ്ടിന്റെയും കോൺസെൻട്രേഷൻ എന്താണ്? എസിന്റെ വാല്യൂ ആണ്. ഓക്കെ, അടുത്ത നമുക്ക് തന്നേക്കുന്ന അയൺ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ്. അതിന്റെ KSP ഇവിടെ തന്നേക്കുന്നത് 1 × 10⁻38 ആണ്. ഇപ്പൊ ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ ഡിസോസിയേഷൻ ഉണ്ട്. ഫെറിക് ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് ഒരു Fe3+ അയണും കിട്ടും, 3 OH- അയണും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനീഷ്യലി കോൺസെൻട്രേഷൻ C ആയിട്ട് എടുത്തു, അതിന്റെ സോലിബിലിറ്റി S ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടും? ഒരു S Fe3+ കിട്ടും, 3 OH- ഉണ്ടാവും അല്ലേ. അപ്പൊ ഇവിടെ 3S ഉണ്ടാവും. അതിന്റെ KSP വാല്യൂ നമുക്ക് എടുത്താൽ എന്ത് കിട്ടും? KSP ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Fe3+ എന്താണ്? S അതിൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് പറയുന്നത് എന്താണ്? 3S the ഹോൾ ക്യൂബ് എന്ന് കിട്ടും. KSP ഈക്വൽ ടു നമുക്ക് 27S⁴ എന്ന് കിട്ടും. KSP യുടെ വാല്യൂ നമുക്കറിയാം 10⁻⁻38 ആണ്. 10⁻⁻38 ഈക്വൽ ടു 27S⁴. S⁴ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1/27 × 10⁻38 എന്ന് വരും. അതിന്റെ വാല്യൂ നമുക്കത് 3.7 × 10⁻⁻14 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടുന്ന് എസിന്റെ വാല്യൂ എന്ത് വരും? S = 1.38 × 10⁻⁻10 എന്ന് കിട്ടും. പിന്നെ സോലിബിലിറ്റി നമുക്ക് കിട്ടി. ഫെറിക് ഹൈഡ്രോക്സൈഡിന്റെ സോലിബിലിറ്റി ആണ് 1.38 × 10⁻⁻10. ഫെറിക് അയോണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് S തന്നെയാണ്. ഹൈഡ്രോക്സൈഡ് അയോണിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? 3S ആണ്. അപ്പൊ 3 × 1.38 × 10⁻⁻10 എന്ന് വരും. ഓക്കെ, നാലാമത് നമുക്ക് തന്നേക്കുന്ന അയോൺ റിസോൾട്ട് എന്ന് പറയുന്നത് ലെഡ് ക്ലോറൈഡ് ആണ്, PbCl2. അതിന്റെ KSP വാല്യൂ നമുക്ക് തന്നേക്കുന്നത് 1.6 × 10⁻⁻5 ആണ്. ഇപ്പൊ ലെഡ് ക്ലോറൈഡ് ഡിസോസിയേഷൻ നോക്കാം. നമുക്ക് ഒരു Pb2+ഉം 2 Cl- അയണും കിട്ടും. സോലിബിലിറ്റി S ആണെങ്കിൽ ഇത് S, ഇത് 2S കിട്ടും. അപ്പൊ KSP യുടെ വാല്യൂ എന്താ വരിക? S × 2S the ഹോൾ സ്ക്വയർ വരും. എന്നുവെച്ചാൽ KSP നമ്മൾ മറ്റൊരു തരത്തെ പോലെ 4S ക്യൂബ് വരും. KSP യുടെ വാല്യൂ നമുക്കറിയാം 1.6 × 10⁻⁻5 എന്നുള്ളത്
4s³ എന്ന് കിട്ടും. അവിടെ നിന്ന് s³ വാല്യൂ നമുക്ക് 4 × 10⁻⁻6 എന്ന് കിട്ടും. അവിടെ നിന്ന് s വാല്യൂ നമുക്ക് 1.58 × 10⁻². ലെഡ് ക്ലോറൈഡിന്റെ സോലിബിലിറ്റി 1.5 × 10⁻² ആണ്. ഓരോ അയണിന്റെയും കോൺസെൻട്രേഷൻ, ലെഡ് അയണിന്റെ കോൺസെൻട്രേഷൻ സെയിം തന്നെ വരും. ക്ലോറൈഡ് അയണിന്റെ കോൺസെൻട്രേഷൻ 2s എടുക്കുക. അപ്പോൾ 2 × 1.58 × 10⁻². ഓക്കെ, ഇത് ലാസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള സോൾട്ട് എന്ന് പറയുന്നത് മെർക്കുറസ് ക്ലോറൈഡ് ആണ്, Hg2I2. അതിന്റെ KSP വാല്യൂ നമുക്ക് തന്നേക്കുന്നത് 1.3 × 10⁻18 ആണ്. നമുക്ക് Hg2I2 അയനൈസേഷൻ എഴുതാം. Hg2I2 ഒരു പ്രത്യേകതയുണ്ട്. ഇത് അയനൈസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് Hg2 ഡിസോസിയേറ്റ് ചെയ്ത് എന്താ 2Hg+ അയൺ തരത്തില്ല. Hg2 എന്ന് പറയുന്ന സിംഗിൾ അയണായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ Hg2 2+ എന്നുള്ള സിംഗിൾ അയണായിട്ടാണ് ഇത് നിൽക്കുക. ഇത് ഡിസോസിയേറ്റ് ചെയ്ത് പോകത്തില്ല. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അത് പ്ലസ് 2I- അയണും. ഇതിന് സോലിബിലിറ്റി S ആണെങ്കിൽ ഇത് ഓരോന്നും S വെച്ച് S-ഉം 2s ഉണ്ടാവും. ഇപ്പൊ KSP വാല്യൂ നമുക്ക് എന്ത് കിട്ടും, മറ്റൊരു പോലെ നമുക്ക് ഇവിടെയും 4s³ കിട്ടും. ഓക്കെ, ഇപ്പൊ KSP വാല്യൂ നമുക്ക് അറിയാൻ എത്ര തന്നേക്കുന്നത് 1.3 × 10⁻18 ആണ്. അത് ഈക്വൽ ടു 4s³ വരും. s³ വാല്യൂ നമുക്ക് 1.3/4 അതിന് 10⁻18 വരും. അത് നമുക്ക് 325 × 10⁻21 എന്ന് വരും. അവിടെ നമുക്ക് S വാല്യൂ 6.875 × 10⁻7 വരും. നമുക്ക് മെർക്കുറസ് ക്ലോറൈഡിന്റെ സോലിബിലിറ്റി കിട്ടി. ഓരോ അയണിന്റെയും കോൺസെൻട്രേഷൻ Hg2 2+ന്റെ കോൺസെൻട്രേഷൻ സെയിം തന്നെയാണ്. പക്ഷെ I- കോൺസെൻട്രേഷൻ 2s എടുക്കും. അപ്പൊ ഇതിന്റെ ഡബിൾ എടുത്താൽ നമുക്ക് I- അയണിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം 68ാമത്തെ ക്വസ്റ്റ്യൻ. The solubility product constant of silver chromate and silver bromide are 1.18 × 10⁻12 and 5 × 10⁻13 respectively. Calculate the ratio of molarities of their saturated solution. അപ്പൊ നമുക്ക് രണ്ട് സോൾട്ട് വന്നിട്ടുണ്ട്, അവരുടെ KSP വാല്യൂ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, ഓരോ സോൾട്ടിന്റെയും സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ മൊളാരിറ്റിയുടെ റേഷ്യോ എടുക്കാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സിൽവർ ക്രോമേറ്റ് എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 68. Ag2CrO4 ആണ്. അത് ഡിസോസിയേറ്റ് നമുക്ക് എന്ത് കിട്ടും, 2Ag+ അയണും കിട്ടും, ഒരു CrO4 ഒരു ക്രോമേറ്റ് അയണും കിട്ടും. ഇങ്ങനെ വരുന്ന സോൾട്ടിന്റെ സോലിബിലിറ്റി എങ്ങനെ വരിക, KSP = നമുക്ക് 4s³ ആണ് കിട്ടുന്നത് അല്ലേ. നമ്മളിപ്പോ ഓൾറെഡി കുറെ കണ്ടതാണ്. KSP വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 1.1 × 10⁻12 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് ഈക്വൽ ടു 4s³ ഇക്വേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് s³ കിട്ടും 0.275 × 10⁻12 എന്ന് കിട്ടും. അവിടെ നിന്ന് S വാല്യൂ നമുക്ക് 0.65 എന്ന് കിട്ടും. 0.65 × 10⁻4. അപ്പം സിൽവർ ക്രോമേറ്റിന്റെ മാക്സിമം സോളിബിലിറ്റി നമുക്ക് കിട്ടി. എത്ര, 0.65 × 10⁻4 ആണ്. എന്നുവെച്ചാൽ 1 ലിറ്റർ സൊല്യൂഷനിൽ നമുക്ക് ഇതാണ് അതിന്റെ കോൺസെൻട്രേഷൻ കിട്ടുക. ഓക്കെ, അടുത്ത് നമുക്ക് എടുക്കേണ്ടത് സിൽവർ ബ്രോമൈഡ് അയണാണ്. Ag-Br നമുക്ക് ഡിസോസിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും, ഒരു Ag+ഉം ഒരു Br-. അപ്പൊ അതിന്റെ സോലിബിലിറ്റി നമ്മൾ S- എന്ന് എടുത്താൽ ഇത് ഓരോന്നും എന്ത് എടുക്കുക, S' കിട്ടും അല്ലേ. അപ്പൊ KSP = S'² എന്ന് വരും. KSP വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 7.5 × 10⁻13 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് S' എന്ന് കിട്ടും. നമുക്ക് S' എന്ത് കിട്ടും, ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. നമുക്ക് 7.07 × 10⁻7 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ സോലിബിലിറ്റി തന്നെ എന്താണ്, ഒരു ലിറ്റർ സൊല്യൂഷനുള്ള അതിന്റെ മൊളാരിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടിന്റെയും മൊളാരിറ്റിയുടെ റേഷ്യോ എടുക്കാൻ നമ്മൾ പറഞ്ഞേക്കുന്നത്. S/S' ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. നമുക്ക് ആദ്യം S വാല്യൂ നമുക്ക് തന്നേക്കുന്നത് 0.65 × 10⁻4 ആണ്. S' തന്നേക്കുന്നത് 7.07 × 10⁻7.
നമുക്ക് വാല്യൂ 91.9 എന്ന് വരും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ മൊളാരിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 69ാമത്തെ ക്വസ്റ്റ്യൻ. Equal volumes of 0.002 molar solution sodium iodide and cupric chloride are mixed together. Will it lead to precipitation of copper iodide? ഇപ്പൊ കുപ്രിക് അയഡൈറ്റിന്റെ KSP വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് സോഡിയം അയഡൈറ്റും കുപ്രിക് ക്ലോറൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്താണ് ഓരോന്നിനും അയഡൈറ്റ് അയണിന്റെയും കോപ്പർ അയണിന്റെയും കോൺസെൻട്രേഷൻ കിട്ടും. ആ കോപ്പർ അയണിന്റെയും അയഡൈറ്റ് അയണിന്റെയും അയോണിക് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ KSP-നെക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ് precipitation നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? എന്നുവെച്ചാൽ ഇപ്പം സോഡിയം അയഡൈറ്റിന്റെ ഡിസോസിയേഷൻ എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 69 ആണ്. സോഡിയം അയഡൈറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? Na+ഉം I- കിട്ടും അല്ലേ? അതേപോലെ തന്നെ കുപ്രിക് ക്ലോറൈറ്റ് ഇത് ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് Cu2+ഉം 2 ക്ലോറൈറ്റ് അയണും കിട്ടും അല്ലേ? നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? കുപ്രിക് അയഡൈറ്റ് ആണ് വേണ്ടത്. സോറി, സോഡിയം അയോഡൈഡ് അല്ല, അയോഡൈറ്റ് ആണ്. Cu3-. ഓക്കെ, ഇവിടെ നോക്കുക. ഈ ഫസ്റ്റ് ഉണ്ടായ സോൾട്ട് നമുക്ക് അയോഡൈറ്റ് അയണിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. സെക്കൻഡ് ഉണ്ടായ അയണി നമുക്ക് കുപ്രിക് അയണിന്റെ കോൺസെൻട്രേഷൻ കിട്ടും അല്ലേ? ആ രണ്ടിന്റെയും കൂടെ കോൺസെൻട്രേഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ? കുപ്രിക് ക്ലോറൈഡിന്റെ അയണിക് പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ കുപ്രിക് ക്ലോറൈഡിന്റെ അയണിക് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ KSP ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്താണ്? നമുക്ക് കുപ്രിക് അയോഡൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് സോഡിയം അയോഡൈറ്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിരിക്കുന്നത് 0.001 ആണ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയത്തിൽ എന്താ? ഇത് ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്ത് നമുക്ക് 0.001 സോഡിയം അയണും ഇത് 0.001 കിട്ടും. അതേപോലെ തന്നെ ഇവിടെ കുപ്രിക് ക്ലോറൈറ്റിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ആദ്യം നിൽക്കുന്നത് 0.001 ആണ് അല്ലേ? അപ്പൊ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ അത് ഫുള്ളി ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് കുപ്രിക് അയണിന്റെ കോൺസെൻട്രേഷനും 0.001 വരും. പക്ഷെ ഒരു കുപ്രിക് ക്ലോറൈഡ് സോൾട്ടിൽ നിന്ന് നമുക്ക് 2 ക്ലോറൈറ്റ് അയൺ കിട്ടും. ഇപ്പൊ ഇവിടെ ഇതിന്റെ കോൺസെൻട്രേഷൻ 2x അല്ലെങ്കിൽ 0.002 കിട്ടും അല്ലേ? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? കുപ്രിക് ക്ലോറൈറ്റ് ആണ് അല്ലേ? അപ്പൊ അതിന്റെ അയോണിക് പ്രൊഡക്റ്റ് IPH അറിയാം. I എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് IO3- വരും എന്ന് വെച്ചാൽ 10⁻³ അത് ഇൻറ്റു 10⁻³ നമുക്ക് വേണ്ട കുപ്രിക് അയോഡൈറ്റ്. നമുക്ക് വേണ്ടത് കുപ്രിക് അയോഡൈറ്റ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ അയണിക് പ്രൊഡക്റ്റ് നമുക്ക് എന്താ വേണ്ടത്? കുപ്രിക് അയണിന്റെ കോൺസെൻട്രേഷൻ 10⁻³ വരും. അത് ഇൻറ്റു നമുക്ക് അയോഡൈറ്റിന്റെ കോൺസെൻട്രേഷന്റെ സ്ക്വയർ വേണം അല്ലേ? അയോഡൈറ്റിന്റെ കോൺസെൻട്രേഷൻ 10⁻³ അതിന്റെ സ്ക്വയർ എന്നുവെച്ചാൽ നമുക്ക് 10⁻³ ഇൻറ്റു 10⁻⁶ നമുക്ക് 10⁻⁹ എന്ന് വരും. നമുക്ക് തന്നേക്കുന്ന KSP വാല്യൂ എത്രയാണ് തന്നേക്കുന്നത്? ക്വസ്റ്റ്യൻ തന്നേക്കുന്ന KSP വാല്യൂ 7.4 × 10⁻⁸ ആണ്. അപ്പൊ നമുക്ക് അയണിക് പ്രൊഡക്റ്റ് കിട്ടിയ എന്താണ്? അയണിക് പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത് ലെസ് ദാൻ KSP ആണ്. അതുകൊണ്ട് ഇവിടെ precipitation നടക്കത്തില്ല. No precipitate will be formed. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 70ാമത്തെ ക്വസ്റ്റ്യൻ. The ionization constant of benzoic acid is 6.46 × 10⁻⁵ and KSP for silver benzoate is 2.5 × 10⁻30. How many times is silver benzoate more soluble in a buffer of pH 3.19 compared to its solubility in water? നമുക്കിവിടെ സിൽവർ ബെൻസോയിന്റെ ബെൻസോയിക് ആസിഡിന്റെ Ka വാല്യൂ തന്നിട്ടുണ്ട്, സിൽവർ ബെൻസോയിറ്റിന്റെ KSP വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം സിൽവർ ബെൻസോയിറ്റ് ഈ pH 3.1 ബഫറിൽ പ്യുവർ വാട്ടറിനേക്കാൾ എത്ര സോലുബിൾ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ pH തന്നിട്ടുണ്ട് എത്രയാ? 3.19 ആണ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നേക്കുന്ന ബഫറിന്റെ pH. അപ്പൊ അവിടെ നമുക്ക് H+ കോൺസെൻട്രേഷൻ എന്ത് കിട്ടും? ഇതിന്റെ നെഗറ്റീവ് ആന്റിലോഗ് എടുക്കുക. അത് നമുക്ക് എന്ത് കിട്ടും? നമുക്കത് 6.46 × 10⁻⁻4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ബെൻസോയിക് ആസിഡ് ഡിസോസിയേറ്റ് നമുക്ക് എന്താ കിട്ടുക? ബെൻസോയിറ്റ് അയൺ കിട്ടും, പിന്നെ H3O+ ഇല്ലേ? അപ്പൊ K യുടെ വാല്യൂ ഇവിടെ എന്താ വരിക? K = കോൺസെൻട്രേഷൻ ഓഫ് C6H5COO- അത് ഇൻറ്റു H3O+ അല്ലെങ്കിൽ H+ നമുക്ക് ഇടാം. ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് C6H5COOH എന്ന് വരും.
അല്ലേ? ഇവിടെ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് C6H5COOH അത് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് C6H5COO മൈനസ് അത് നമുക്ക് എന്ത് കിട്ടും? KA ബൈ H+/KA എന്ന് കിട്ടും. അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് H+/KA നമുക്ക് കിട്ടും. കോൺസെൻട്രേഷൻ ഓഫ് H+ നമുക്ക് ഓൾറെഡി കിട്ടി. എത്രയാണ്? 6.46 × 10⁻⁴ എന്ന് കിട്ടി. അതിലൂടെ കെയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 6.46 × 10⁻⁵ എന്ന്. അതിന്റെ ആൻസർ നമുക്ക് 10 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ ഓഫ് C6H5COH എന്ന് പറയുന്നത് 10 ടൈംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് C6H5COO മൈനസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യം ബഫറിലുള്ള സോലിബിലിറ്റി ആണ് നോക്കുന്നത് അല്ലേ? ബഫറിലുള്ള സോലിബിലിറ്റി നമുക്ക് സിൽവർ ബെൻസോയിറ്റ് ആണ്. അപ്പൊ Ag+ന്റെ കോൺസെൻട്രേഷൻ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, പിന്നെ ബഫർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സോൾട്ടും ആസിഡും കൺസിഡർ ചെയ്യണം, മറ്റേ അയൺ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പം C6H5COOHന്റെ കോൺസെൻട്രേഷനും C6H5COO മൈനസിന്റെ അയോണിന്റെ കോൺസെൻട്രേഷനും കൂടെ രണ്ടും കൂടെയാണ് നമ്മൾ അടുത്ത മറ്റേ എക്സ് ആയിട്ട് എടുക്കുക അല്ലേ? നമ്മൾ നേരത്തെ എഴുതി എന്താണ്? ബെൻസോയിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ 10 ടൈംസ് ഓഫ് ബെൻസോയിറ്റ് അയോൺ ആണ് നമുക്ക് എഴുതി. എന്ന് വെച്ചാൽ 10 ടൈംസ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് C6H5COO മൈനസ് പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് C6H5COO മൈനസ് എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്നത്. 11 കോൺസെൻട്രേഷൻ ഓഫ് C6H5COO മൈനസ് എന്നുള്ളത് എക്സ് എന്ന് കിട്ടും. ഇവിടെ നമുക്ക് C6H5COO മൈനസിന്റെ കോൺസെൻട്രേഷൻ എന്ത് കിട്ടും? x/11 എന്ന് കിട്ടും. ഓക്കെ, ഇത് ഇത്രയും കിട്ടും. വെച്ചാൽ Ag+ന്റെ കോൺസെൻട്രേഷൻ കിട്ടി, നമുക്ക് വേണ്ട ബെൻസോയിറ്റ് അയണിന്റെ കോൺസെൻട്രേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് KSP എഴുതാലോ. KSP എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C6H5COO മൈനസ് എന്ന് വരും. എന്നുവെച്ചാൽ എന്താണ്? x ഇൻറ്റു x/11 എന്ന് വരും. എന്നുവെച്ചാൽ KSPയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 2.5 × 10⁻⁻13 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2.5 × 10⁻⁻13 എന്നുള്ളത് എന്താണ്? x²/11 ആണ്. അവിടെ നിന്ന് നമുക്ക് x²ന്റെ വാല്യൂ ഇത് വരും 2.5 × 11 × 10⁻⁻13. നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് 1.6 × 10⁻⁻6 എന്ന് കിട്ടി. ഇതാണ് എന്ത്? സിൽവർ ബെൻസോയിറ്റിന്റെ pH 3.1 ഉള്ള ബഫറിലെ സോലിബിലിറ്റി. അതാണ് നമുക്കിപ്പോൾ കിട്ടിയ എക്സ് എന്നുള്ളത്. ഓക്കെ, അടുത്ത വാട്ടറിലുള്ള സോലിബിലിറ്റി നമ്മൾ എടുക്കാം. വാട്ടറിലുള്ള സോലിബിലിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ? KSP അവിടെയുള്ള സോലിബിലിറ്റി നമുക്ക് y എന്ന് എടുക്കാം. കാരണം y² നമുക്ക് വരും അല്ലേ? ഇവിടെ നമുക്ക് y² KSP. y² KSP വരെ നമുക്കറിയാം 2.5 × 10⁻⁻13 എന്ന് വരും. അവിടെ നിന്ന് y യുടെ വാല്യൂ നമുക്ക് 5 × 10⁻⁻7 എന്ന് വരും. നമുക്ക് ബഫറിലുള്ള സോലിബിലിറ്റി എക്സ് കിട്ടി, വൈയിലുള്ള സോലിബിലിറ്റി y എന്ന് കിട്ടി. അതിന് രണ്ടിനും കൂടെ റേഷ്യോ എടുത്താൽ x/y എന്ത് വരും? 1.66 × 10⁻⁻6/5 × 10⁻⁻7 എന്ന് വരും. എന്നുവെച്ചാൽ ആൻസർ നമുക്ക് 3.32. ഇത് പറയുന്നത് എന്താണ്? ആ ബഫറിലുള്ള സോൾട്ടിന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത് വാട്ടറിലുള്ള സോലിബിലിറ്റിനേക്കാളും 3.32 ടൈംസ് ഗ്രേറ്റർ ആണ് എന്നാണ് ഈ റേഷ്യോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question number 71. What is the maximum concentration of equimolar concentration of ferrous sulfate and sodium sulfate so that when mixed in equal volumes there is no precipitation of iron sulfate? അപ്പം നമുക്ക് എന്താണ്? ഫെറസ് സൾഫേറ്റും അയൺ സൾഫൈഡും കൂടെ നമ്മൾ എന്താ ഈക്വൽ കോൺസെൻട്രേഷൻ ഉള്ള ഈക്വൽ വോളിയം ഉള്ള ഫെറസ് സൾഫേറ്റും സോഡിയം സൾഫൈഡും കൂടെ നമ്മൾ മിക്സ് ചെയ്താൽ എന്താണ്? അയൺ സൾഫൈഡിന് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവരുത്. അപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം കോൺസെൻട്രേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? ആദ്യം രണ്ടിന്റെയും എടുക്കുന്ന കോൺസെൻട്രേഷൻ നമ്മൾ y ആയിട്ട് എടുക്കുന്നു അല്ലേ? എടുത്ത് കോൺസെൻട്രേഷൻ by. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈക്വൽ കോൺസെൻട്രേഷൻ ഉള്ള രണ്ട് ഈക്വൽ വോളിയം എന്താണ്? ഈക്വൽ കോൺസെൻട്രേഷൻ ഉള്ള ഈക്വൽ വോളിയം ഉള്ള രണ്ട് സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് എന്തായാലും എന്ത് പറ്റും? ഓരോന്നിന്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താവും? y/2 ആയി പോകും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം വോളിയം ഡബിൾ ആയി, അപ്പൊ കോൺസെൻട്രേഷൻ ഹാഫ് ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് FeSO4 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം സൾഫൈഡ് എന്ന് പറയുന്നത് എന്താവും? കൂടെ സൊല്യൂഷനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടിന്റെ കോൺസെൻട്രേഷൻ y/2 ആയി പോകും. അങ്ങനെയാണെങ്കിൽ
നമുക്ക് വേണ്ട ഫെറിക് സൾഫൈഡ് അല്ലേ, ഫെറസ് സൾഫൈഡ് ആണ്. ഇപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് Fe അയോൺ എന്ന് പറയുന്നത് എന്താണ്, y/2 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് സൾഫൈഡ് അയോൺ എന്ന് പറയുന്നത് y/2 ആണ്. അവിടെ നമുക്ക് KSP വാല്യൂ നമുക്ക് എടുക്കാം അല്ലെ, KSP വാല്യൂ ഫെറസ് സൾഫൈഡ് അയോണിന്റെ KSP വാല്യൂ എന്ന് പറയുന്നത് ആയിരിക്കും കോൺസെൻട്രേഷൻ ഓഫ് Fe ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 മൈനസ് വരും, എന്നുവെച്ചാൽ y/2d ഹോൾ സ്ക്വയർ എന്ന് വരും. KSP വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ് 6.3 ഇൻറ്റു 10⁻⁻18 ആണ് തന്നിട്ടുണ്ട്. അത് ഇസിക്വൽ ടു y²/4 എന്ന് വരും. അപ്പൊ y² ഇസിക്വൽ ടു നമുക്ക് 4 ഇൻറ്റു 6.3 ഇൻറ്റു 10⁻18 എന്ന് വരും. അപ്പൊ അവിടെ നമുക്ക് y-യുടെ വാല്യൂ 5.02 ഇൻറ്റു 10⁻⁻9 എന്ന് കിട്ടും. എന്നുവെച്ചാല് ഈ കോൺസെൻട്രേഷൻ ഉള്ള FeSO4ഉം സോഡിയം സൾഫൈഡും കൂടി നമ്മൾ എടുത്ത് മിക്സ് ചെയ്താൽ എന്താണ്, അവിടെ അയൺ സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യത്തില്ല. ഇതിൽ കൂടുതലുള്ള കോൺസെൻട്രേഷൻ എടുത്താൽ എന്താ, അയണിക് പ്രൊഡക്റ്റ് KSP-നെക്കാളും കൂടും, അപ്പം പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 72, ക്വസ്റ്റ്യൻ നമ്പർ 72 പോവാം. What is the minimum volume of water required to dissolve 1 gram of calcium sulfate at 298 Kelvin? 1 gram കാൽഷ്യം സൾഫേറ്റ് ഡിസോൾവ് ചെയ്യാൻ വേണ്ട എത്ര വാട്ടർ വേണമെന്ന് ചോദിച്ചിരുന്നു. അപ്പം നമുക്ക് കാൽഷ്യം സൾഫേറ്റിന്റെ KSP തന്നിട്ടുണ്ട്. KSP നമുക്ക് തന്നിരിക്കുന്നത് 9.1 ഇൻറ്റു 10⁻⁻6 ആണ്. അപ്പൊ കാൽഷ്യം സൾഫേറ്റിന്റെ അയണൈസേഷൻ നോക്കിയാൽ നമുക്ക് എന്താണ്, ഒരു കാൽഷ്യം Ca2+ അയോണും സൾഫേറ്റ് അയോണും കിട്ടും. അപ്പൊ നമുക്ക് KSP ഈക്വൽ ടു S² എന്ന് എടുക്കാം. രണ്ടിനെയും സോൾബിലിറ്റി, കാൽഷ്യം സൾഫേറ്റിന്റെ സോൾബിലിറ്റി S ആണെങ്കിൽ ഓക്കെ. അപ്പൊ 9.1 ഇൻറ്റു 10⁻⁻6 അത് ഈക്വൽ ടു S² വരും. എസിന്റെ വാല്യൂ നമുക്ക് 3.02 ഇൻറ്റു 10⁻⁻3 എന്ന് കിട്ടും. ഇത്രയും മോൾസ് നമുക്ക് 1 ലിറ്ററിൽ സോലിബിൾ ആണ്. ഓക്കെ, അപ്പൊ അതാണ് സോലിബിലിറ്റി. ഈ 3.02 ഇൻറ്റു 10⁻⁻3 മോള് നമുക്ക് കിട്ടി. ഈ 3.02 ഇൻറ്റു 10⁻⁻3 മോൾ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? അതിനെ ഗ്രാം ആക്കാൻ വേണ്ടി നമ്മൾ എന്താണ്, അതിന്റെ മോളിക്കുലർ മാസോട് ഇൻഡ് ചെയ്യുക. അപ്പം കാൽഷ്യം സൾഫേറ്റിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് എത്രയാണ്, 3.02 ഇൻറ്റു 10⁻⁻3 ഇൻറ്റു 136 ആണ് അതിന്റെ മോളിക്കുലർ മാസ്. എന്ന് വെച്ചാൽ നമുക്ക് സോലിബിലിറ്റി 0.41 ഗ്രാം പെർ ലിറ്റർ എന്ന് കിട്ടും. എന്നുവെച്ചാൽ 1 ലിറ്ററിൽ നമുക്ക് 0.41 ഗ്രാം നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് 0.41 ഗ്രാം 1 ലിറ്ററിൽ ഡിസോൾവ് ചെയ്യാന്ന് പറയാം. 1 ഗ്രാം എത്ര വാട്ടർ വേണം? 1 ഗ്രാം ഡിസോൾവ് ചെയ്യാൻ നമുക്ക് 1/0.41 ലിറ്റർ വേണം. എന്ന് വെച്ചാൽ എത്ര, 2.44 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് 1 ഗ്രാം ഡിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ക്വസ്റ്റിന്റെ ആൻസർ ആയി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. The concentration of sulfide ion, 73rd question ആണ്. Concentration of sulfide ion in 0.1 molar HCl saturated with the hydrogen sulfide is 10⁻⁻17 molar. If 10 ml of this is added to 5 ml of 0.04 molar solution of the following. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. 5 ml 0.04 molar സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ 10 ml 0.1 molar HCl സൊല്യൂഷൻ ആഡ് ചെയ്താൽ ഏതിലൊക്കെ പ്രസിപ്പിറ്റേഷൻ നടക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം പ്രസിപ്പിറ്റേഷൻ നടക്കാനുള്ള കണ്ടീഷൻ ഇല്ല, അയോണിക് പ്രൊഡക്റ്റ് KSP-നെക്കാളും കൂടുതലാണ്. അപ്പൊ ഇവിടെ S2 മൈനസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എടുത്താൽ എന്താണ്, നമുക്ക് ഇവിടെ തന്നേക്കുന്ന നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ വോളിയം നമുക്ക് വേണ്ടത് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഇവിടെ നമുക്ക് മൊളാരിറ്റി ഇൻറ്റു വോളിയം എടുക്കാം. മൊളാരിറ്റി തന്നേക്കുന്നത് 10⁻⁻19 ഇൻറ്റു വോളിയം തന്നേക്കുന്നത് 10 ml ആണ്. 10 ml-ഉം 5 ml-ഉം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ടോട്ടൽ വോളിയം എന്തായി, 15 ml ആയി. അപ്പൊ നമുക്ക് അവിടെ S2 മൈനസിന്റെ കോൺസെൻട്രേഷൻ 6.67 ഇൻറ്റു 10⁻20 മോളാർ കിട്ടും. അതേപോലെ തന്നെ അടുത്ത് തന്നേക്കുന്ന മെറ്റൽ അയോൺസിന്റെ കോൺസെൻട്രേഷൻ, ഓരോ സോൾട്ടിൽ ഓരോ മെറ്റൽ അയോൺ ഉണ്ട്, അതും തരും നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ വോളിയം. അത് നമുക്ക് തരും മൊളാരിറ്റി, നമുക്ക് മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് മൊളാരിറ്റിന്റെ വോളിയം എന്ന് എഴുതിയാൽ 0.04 ഇൻറ്റു 5 ബൈ ടോട്ടൽ വോളിയം 15 വരും. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ 1.33 ഇൻറ്റു 10⁻⁻2 ആണ്. അങ്ങനെ നമുക്ക് എടുത്താൽ നമുക്ക് വേണ്ട മെറ്റൽ സൾഫൈഡ് അയോണിന്റെ അയോണിക് പ്രൊഡക്റ്റ് എന്ത് വരും, കോൺസെൻട്രേഷൻ ഓഫ് M2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S2- എന്ന് വരും. എന്ന് വെച്ചാൽ 1.33 ഇൻറ്റു 10⁻⁻2 അത് ഇൻറ്റു 6.67 ഇൻറ്റു 10⁻⁻20 എന്ന് വരും. അതിന്റെ വാല്യൂ നമുക്ക് 8.87 ഇൻറ്റു 10⁻⁻22 എന്ന് വരും. അയണിക് പ്രൊഡക്റ്റ് കിട്ടി. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സോൾട്ടുകളുടെ KSP വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല.
മനസ്സിലാക്കുക, ഈ അയോണിക് പ്രൊഡക്റ്റ് കിട്ടി. അയോണിക് പ്രൊഡക്റ്റ് ഗ്രേറ്റർ ദാൻ KSP ഏതിലാണോ വരുന്നത് അതിനകത്തായിരിക്കും പ്രസിപ്പിറ്റേഷൻ സംഭവിക്കുക. ഓക്കെ, നമ്മൾ ചെയ്യാണ്ട് വിട്ടിരുന്ന ഒരു 8ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 8 പിന്നെ ചെയ്യാൻ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് N2 O2 നമ്മൾ റിയാക്ഷൻ ആണ്, നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് എഴുതാം. 2N2 plus O2 gives എന്താണ് 2N2. ഓക്കെ, നമുക്ക് ഓരോന്നിന്റെയും ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. 0.482 മോൾ ആണ് ഇത് തന്നിട്ടുള്ളത്. ഓക്സിജന്റെ ഇനിഷ്യൽ നമ്പർ ഓഫ് മോൾസ് 0.933 തന്നിട്ടുണ്ട്. ഇവിടെ 0 ആണ്. നമുക്ക് എന്താണ് ഇക്വിലിബ്രിയത്തിലുള്ള ഓരോന്നിന്റെയും കോൺസെൻട്രേഷൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ 0.482 മോളിൽ നമുക്ക് എത്ര റിയാക്ട് ആവും? 2x റിയാക്ട് ആവും. ഇവിടെ 0.933 x റിയാക്ട് ആവും. ഇവിടെ നമുക്ക് 2x ഫോം ചെയ്യും. അപ്പൊ കോൺസെൻട്രേഷൻ പറയുകയാണെങ്കിൽ എന്താ, നമുക്ക് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം കൂടെ കൺസിഡർ ചെയ്യണം. ഈ റിയാക്ഷൻ നടക്കുന്ന ഒരു 10 ലിറ്റർ വെസലിലാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ കോൺസെൻട്രേഷൻ എന്താ, ഇതെല്ലാം കൂടെ ബൈ 10 കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് KC എഴുതാം. KCയുടെ വാല്യൂ എന്താ വരിക? നമുക്ക് KCയുടെ വാല്യൂ നമുക്ക് തന്നേക്കുന്നത് 2 × 10⁻⁻37 ആണ്. അപ്പൊ നമ്മൾ നോക്കുക, KCയുടെ വാല്യൂ ഇത്രയും ചെറിയൊരു വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഫോർവേഡ് റിയാക്ഷൻ വളരെ കുറച്ചേ നടക്കത്തുള്ളൂ അല്ലേ. എന്ന് വെച്ചാൽ ഈ 0.482 - 2x/10 നമുക്ക് എന്ത് എഴുതാം? 0.482/10 എന്ന് തന്നെ എഴുതാം. ഇത് 0.933/10 എന്ന് തന്നെ എഴുതാം. ഇത് 2x/10 വരും. ഓക്കെ, അപ്പൊ KCയുടെ വാല്യൂ നമുക്ക് 2 × 10⁻⁻37 എന്ന് കിട്ടി. അത് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2x/10² ഡിവൈഡഡ് ബൈ 0.482/10² അത് ഇൻറ്റു 0.933/10 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് x² വാല്യൂ നമുക്ക് കിട്ടും. x² is equal to 0.01083 × 10⁻⁻37 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ നമുക്ക് 3.29 × 10⁻20 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ഈ ഫൈനൽ കോൺസെൻട്രേഷൻ N2 O2 കോൺസെൻട്രേഷൻ വലുതായിട്ട് മാറത്തില്ല. ആകെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് N2 കോൺസെൻട്രേഷൻ. അപ്പൊ N2 കോൺസെൻട്രേഷൻ എന്താണ്? നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് എത്ര? 2x/10 ആണ്. 2x/10 നമുക്ക് ഇവിടെ എന്താ വരിക? 2/10 × 3.29 × 10⁻⁻20 എന്ന് വരും. ആൻസർ നമുക്ക് 6.58 × 10⁻⁻21 എന്ന് വരും. ഓക്കെ, താങ്ക് യു. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്.